ഗൂഗിളിൽ സോഹോ ബുക്സ് ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത സമയത്ത് നൽകിയ ഇമെയിൽ ഐഡി ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ വീഡിയോയിൽ എങ്ങനെ പുതിയതായി കമ്പനി രജിസ്റ്റർ ചെയ്യാം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ട് രജിസ്റ്റർ ചെയ്ത ശേഷം തുടർന്ന് കാണുക. അങ്ങനെ ഇമെയിൽ ടൈപ്പ് ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത സമയത്ത് നൽകിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ശേഷം സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ഓപ്ഷൻ തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ ആയി വരുന്ന സ്ക്രീനിൽ സോഹോ ബുക്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ഇമെയിൽ വെരിഫൈ ചെയ്തിട്ടില്ല എന്ന എറർ മെസ്സേജ് ഒഴിവാക്കാനായി മുകളിൽ കാണുന്ന വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇമെയിലിന് നേരെ കാണുന്ന വെരിഫൈ നൗ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ഇമെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇമെയിലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ശേഷം ക്ലോസ് ചെയ്യുക. സോഹോ ബുക്സ് ഹോം സ്ക്രീനിലെ ഐറ്റംസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഐറ്റംസ് എന്ന ഉള്ളിവൽ ഓപ്ഷനിലേക്ക് പോകുക. പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് എണ്ണം കൂടുവാനും സെയിൽ ചെയ്യുന്നതനുസരിച്ച് എണ്ണം കുറയുവാനും വേണ്ടി ഇനേബിൾ ഇൻവെൻട്രി ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനായി ഇനേബിൾ ഇൻവെൻട്രി ക്ലിക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം നെയിം ഓപ്ഷൻ്റെ താഴെയായി SKU എന്ന ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷൻ ഓൺ ആക്കിയാൽ ഒരേ പേരിലുള്ള വിവിധ തരം ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നിനും പ്രത്യേകം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഐറ്റം കോഡ് നൽകാൻ സാധിക്കും. ഇതുവഴി ബില്ലിംഗ് കൂടുതൽ എളുപ്പമാകും. അങ്ങനെ SKU എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാർക്ക് ആസ് ആക്റ്റീവ് ചെയ്യുക. ശേഷം ഓപ്ഷൻസിലേക്ക് വന്ന് ആവശ്യമുള്ള ഓപ്ഷൻസ് ഇഷ്ടാനുസരണം ഓൺ ചെയ്യുക. താഴെ കാണുന്ന ഇനേബിൾ ഇൻവെൻട്രി ട്രാക്കിംഗ് എന്ന ഓപ്ഷൻ നിർബന്ധമായും ഓൺ ആക്കുക. ഔട്ട് ഓഫ് സ്റ്റോക്ക്, റീഓർഡർ പോയിന്റ് എന്നിവ ആവശ്യമെങ്കിൽ ഓൺ ചെയ്യുക. ഇവ ഓണാക്കി നൽകിയാൽ നമ്മൾ കൊടുക്കുന്ന അളവിലേക്ക് ഈ ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് കുറഞ്ഞാൽ വീണ്ടും പർച്ചേസ് ചെയ്യാനും മുഴുവനായി തീരുമ്പോൾ തീർന്നെന്നും സിസ്റ്റം നമ്മളെ ഓർമ്മിപ്പിക്കും. പ്രൈസ് ലിസ്റ്റ് ഫ്രീ വേർഷനിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്യുന്നു. പെയ്ഡ് വേർഷനുള്ളവർക്ക് ആ ഓപ്ഷൻ ഓണാക്കി നൽകാവുന്നതാണ്. അങ്ങനെയെല്ലാം കൃത്യമായി നൽകി സേവ് ചെയ്ത ശേഷം വീണ്ടും ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സ്ക്രീനിലേക്ക് വരുന്നു. ഐറ്റത്തിൻ്റെ പേര് നൽകുക. യൂണിറ്റ് നോക്കി സെലക്ട് ചെയ്യുക. ഇവിടെ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പുതിയൊരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. താഴെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് യൂണിറ്റ് ലിസ്റ്റിലേക്ക് പോകുന്നു. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്ത് പുതിയ യൂണിറ്റ് നൽകി സേവ് ചെയ്യുന്നു. ഞാനിവിടെ നമ്പേഴ്സ് എന്ന യൂണിറ്റ് പുതിയതായി ആഡ് ചെയ്തു. ശേഷം SKU കോളത്തിൽ നമ്മുടെ ഇഷ്ടാനുസരണം കോഡ് കൊടുക്കുന്നു. HS കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടാക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്ര വിലയ്ക്കാണോ വിൽക്കുന്നത് ആ വിൽക്കുന്ന വിലയും വാങ്ങിയ പർച്ചേസ് വിലയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടാക്സ് സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന ട്രാക്ക് ഇൻവെൻട്രി ഓപ്ഷൻ നിർബന്ധമായും ഓൺ ചെയ്ത് ഇൻവെൻട്രി അക്കൗണ്ട് വാല്യുവേഷൻ മെത്തേഡ് എന്നിവ നൽകി റീഓർഡർ പോയിന്റ് അഥവാ എത്ര എണ്ണത്തിൽ താഴെ സ്റ്റോക്ക് ആകുമ്പോഴാണോ നമുക്ക് സിസ്റ്റത്തിൻ്റെ അലേർട്ട് വേണ്ടത് ആ അളവ് നൽകുക. ഞാനിവിടെ 20 എണ്ണത്തിൽ താഴെ വരുമ്പോൾ അലേർട്ട് വരുവാൻ വേണ്ടി നൽകുന്നു. അങ്ങനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അങ്ങനെ പുതിയതായി ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. തുടർന്നുള്ള വീഡിയോകളിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ പർച്ചേസ് ബില്ലുകളും പിന്നീട് സെയിൽ ഇൻവോയ്സുകളും എങ്ങനെ തയ്യാറാക്കാമെന്നുമുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ലെങ്ത് കൂടും. ആയതിനാൽ ഓരോ ടാബുകളും തുടർന്നുള്ള വീഡിയോകളിൽ ഓരോന്നും ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഉടനെ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും